എന്നെ കാണുമ്പോഴും എൻ്റെ എഴുത്ത് വായിക്കുമ്പോഴും ആൾക്കാരുടെ വിചാരം ഇതൊന്നുമല്ല, ഞാൻ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര സാധനമാണ് എന്നുള്ളൊരു വിചാരമുണ്ട് ആൾക്കാർക്ക്. നമ്മൾ പാവം തോന്നിയിട്ട് ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് ചേർത്ത് പിടിക്കും. അത് അവസാനം നല്ല പണിയിലായിരിക്കും കിട്ടുക. വേടൻ്റെ എഴുത്തുകളോട് ഒരിക്കലും ഞാൻ കലയായിട്ട് തന്നെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ 3 സ്ത്രീകളാണ് അവനെതിരെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊരു റേപ്പിസ്റ്റാണ്. ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൾസർ സുനിനെ പോലും മാലയിട്ട് സ്വീകരിച്ച കേരളമാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ ലൈഫ് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ഡ്രസ്സിങ് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ എഴുത്ത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാനിപ്പോൾ വീണ്ടും വിവാഹിതയായിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിലായിരുന്നു കല്യാണം കഴിഞ്ഞത്. ഞാനിപ്പോൾ 3ാമത് എഴുതുന്ന പുസ്തകം ഒരു നോവലാണ്. അത് ഞാൻ എഴുതിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയതുകൊണ്ട്, ഞാൻ കവിത മാത്രമായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ നോവൽ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കണം. അതുകൊണ്ട് നവംബർ ആകുമ്പോഴേക്കും അത് പബ്ലിഷ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ എഴുത്തിലും ആതിരയുണ്ടോ അതോ ഒരു സാങ്കല്പിക കഥയാണോ, എന്താ സംഭവം? ഞാൻ ഇപ്പോൾ അതായത് എൻ്റെ എഴുത്തുകളിൽ എല്ലാത്തിലും ഞാനും ഉണ്ടാകും, എനിക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളും ഉണ്ടാകും. അപ്പം ഇപ്പം എഴുതുന്ന നോവലിലാണെങ്കിലും, നോവലിലാണ്, കുറച്ച് ചെറിയൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിൽ ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടാകാം. എന്നെപ്പോലെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ടാകാം. അപ്പോൾ സ്ത്രീ എഴുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല കൃത്യമായിട്ട് ഞാനാണോ എന്ന്. എന്നാൽ എന്നെപ്പോലെ എന്നെക്കാളും കൂടുതൽ വേറെ എനിക്കറിയാവുന്ന ഒരുപാട് മുഖങ്ങളുണ്ടാവും. മാനിഫെസ്റ്റോസ് ഒക്കെ അതിൽ തുടക്കത്തിൽ ആതിര പറഞ്ഞു പോയതാണ്, ആത്മവിശ്വാസത്തിന്റെ അമ്പുകളിടെ ചേർന്ന ഒരു പെണ്ണിന്റെ ധാർഷ്ട്യം അതില് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് ആ പെണ്ണിന് ജീവിതത്തിൽ ഇത്രയേറെ, സ്വാഭാവികമായിട്ടും വായിക്കുന്നവർക്കോ കേൾക്കുന്നവർക്കൊക്കെ തോന്നും, ഇത്രയേറെ കഥകളോ അനുഭവങ്ങളോ പറഞ്ഞു പോകാൻ എന്ത് വേറിട്ട ഒരു ജീവിത സ്വഭാവം, ജീവിത മുഖമായിരുന്നു ആതിരയ്ക്ക് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകുന്ന ഒരു കുടുംബ സാഹചര്യത്തിലല്ലായിരുന്നു ഞാൻ ജീവിച്ച് വളർന്നത്. എല്ലാവരും പ്രൊഫഷണൽസാണ് വീട്ടിലുള്ളവരും എല്ലാവരും. അപ്പം അങ്ങനെയുള്ളതിൽ ഞാൻ 7th മുതൽ 8th മുതലൊക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു. അപ്പം തന്നെ ഞാൻ എഴുതരുത് എന്നുള്ളൊരു ഷാഠ്യം എൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു. എഴുതുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഞാൻ എഴുതുമ്പോൾ ആദ്യം എനിക്ക് ഒരു ഷോർട്ട് സ്റ്റോറിക്ക് സ്കൂളിൽ പ്രൈസ് കിട്ടുകയാണ്, ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് വീട്ടുകാർ ആ കഥ വായിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു 4 മണിപ്പൂവിൻ്റെ കഥയായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, ഒരു സ്ത്രീയുമായിട്ട് ഉപമിച്ചിട്ടാണ് 4 മണിപ്പൂവിനെ ഞാൻ എഴുതിയത്. അപ്പോൾ നിനക്കിപ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ ജീവിതം വർണ്ണിക്കാൻ എങ്ങനെ നിനക്ക് കഴിയണം? നീ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? നീ ഒരു കുട്ടിയല്ലേ, അപ്പോൾ കുട്ടിക്ക് പറ്റുന്ന പോലെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ഫസ്റ്റ് കിട്ടി, എല്ലാ ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഇവരറിയാതെ ഞാൻ കുറേ കഥകൾ എഴുതാൻ തുടങ്ങി, കവിതകൾ എഴുതാനായിട്ട് ടീച്ചേഴ്സിന് മാത്രം കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ കാണുമ്പോൾ അവർ പറയും, ഇതിലെന്തിനാണ് നീ ഇങ്ങനെ എഴുതുന്നത്, ഇങ്ങനെ എഴുതരുത്. അത് സാധാരണ എല്ലാ കുടുംബങ്ങളിലും സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ട് അവർ അതിനൊന്നും ഒരിക്കലില്ല. എന്നിട്ട് ആരും കാണാതെ ഒരു നോട്ട്ബുക്കിൽ മുഴുവൻ ഞാൻ എഴുതി വെക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 18ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡായി വന്ന മനുഷ്യൻ ഒട്ടും എഴുത്ത് എന്നൊരു സാധനത്തിനെ ഞാൻ എഴുതിയിട്ട് ഒന്ന് കേൾക്കുമോ എന്ന് പറയുമ്പോൾ, ഞാൻ എന്തിനു കേൾക്കണ്, ഇതൊക്കെ നീ എന്തെങ്കിലും എഴുതി വെക്കുന്ന, ആര് കേൾക്കാനാ ആര് വായിക്കാനാന്നുള്ള രീതിയിൽ എന്നെ ഒഴിവാക്കി വിടുമായിരുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം ആ ജീവിതം എനിക്ക് ഭയങ്കര ദുരിതം അനുഭവിച്ച് ഞാൻ അത് ഒഴിവാക്കുമായിരുന്നു. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ അത് ഒഴിവാക്കിയതിന് ശേഷം ആണ് എനിക്ക് തോന്നുന്ന ഫീലിങ്സ് ഞാൻ എഴുതുമ്പോൾ ആൾക്കാർക്ക് എന്തിനാ ഇത്ര ബുദ്ധിമുട്ട്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ എഴുതണമെന്നില്ല. എൻ്റെ കൂടെ ചിലപ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ചായിരിക്കാം, എൻ്റെ മകളിനെ കുറിച്ചായിരിക്കാം, എൻ്റെ സഹോദരികളെ കുറിച്ചായിരിക്കും, എൻ്റെ കൂട്ടുകാരികളെ കുറിച്ചായിരിക്കും. പക്ഷെ ഇത് എഴുതുമ്പോൾ എന്തിനാണ് മറ്റുള്ളവർ ഇത്ര ഇതാവുന്നത്? എഴുത്തായി കാണാൻ ഈ ലോകത്ത് ആരും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയും വലിയ ആൾക്കാരുടെ വലിയ നാവിൽ എന്തിനാ വർത്താനം പറയുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒളിച്ചും മറിച്ചും എഴുതി തുടർന്നിട്ടാണ് ഇപ്പം ഉണ്ടാകുന്ന ഈ ഇരിക്കുന്ന ഒരു ആതിര ഉണ്ടായിരുന്നത്.
ഒരിക്കലും ഒരു സാങ്കല്പികമായ സൃഷ്ടിയിലേക്ക് പോകണമെന്ന് തോന്നാതെ എൻ്റെ മുമ്പിലുള്ള കക്ഷികളിൽ ഫോക്കസ് ചെയ്യുക എന്നൊരു സംഭവം, അതെങ്ങനെയാണ് അത്തരം ഒരു താല്പര്യം തോന്നിയത്? അവിടുന്ന് തന്നെ അതായത് ഇപ്പം കൂടുതൽ പേരും എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഞാൻ ഇത് വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഇപ്പൊ കൂടുതൽ പേരും പ്രണയം, മഴ, വേനൽ, കാറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. അത് മുഴുവൻ സാങ്കല്പികമാണ്. പക്ഷേ നമ്മളുടെ കൂടെയുള്ള മനുഷ്യരെ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി അവരെ മനസ്സിലാക്കി അവരുടെ ഫീലിങ്സ് നമ്മളുടേതാണെന്ന് തോന്നുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതെനിക്ക് കൂടുതലാണ്. കുറച്ച് സിമ്പതി എന്ന് പറയുന്ന സാധനം കുറെ പണി കിട്ടുന്ന കാര്യമാണ്. എങ്കിൽ പോലും ആ മനുഷ്യരെ അവർക്ക് ഞാൻ അവരെ കുറിച്ചാണ് ഞാൻ അവരെ കുറിച്ചല്ല എഴുതുന്നതെങ്കിൽ പോലും എനിക്ക് വരുന്ന മെസ്സേജുകളിൽ കൂടുതലും ഇത് വായിച്ചപ്പോൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലായി, ഞാനാണെന്ന് തോന്നി, എനിക്ക് വളരെ സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു. കാരണം അവർക്ക് ഞാൻ എഴുതുന്നത് കൊണ്ട് അവർ വായിക്കുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടല്ലോ. എന്നെപ്പോലെ തന്നെ ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുന്ന വേറൊരു സ്ത്രീയും കൂടി ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുമല്ലോ. അപ്പൊ അവർക്കൊരു കൂട്ട് എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ശരിക്കും നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും കൂടുതൽ കഥാപാത്രങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട്. എന്തോരം തരം മനുഷ്യരാണ്, എങ്ങനെയൊക്കെ തരമുള്ള മനുഷ്യരാണ്. നമ്മൾ ഒരിക്കലും കാണാൻ പോലും, അതായത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റും. അവരെ കുറിച്ച് എഴുതുന്നതല്ലേ ഏറ്റവും ഈസി എന്ന് പറയുന്നത്. സങ്കല്പിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും നിങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണല്ലോ നമുക്ക് ഈസി. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിലേഷൻ, ആദ്യത്തെ സംഭവം, അത് പോയൊരു സംഭവം, ഒരു സ്വന്തം എഴുത്തിനെ വായിക്കാൻ താല്പര്യമില്ലാതെ പോയൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ പണികൾ ചെന്ന് മേടിക്കുന്നതാണോ വരുന്നതാണോ? രണ്ടുമുണ്ട്. മനുഷ്യന്മാരെ ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതായത് നമ്മള് പാവം തോന്നിയിട്ട് ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് ചേർത്ത് പിടിക്കും. അത് അവസാനം നല്ല പണിയിലായിരിക്കും കിട്ടുക. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മൾ സങ്കടം പറഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഏത് പ്രായത്തിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, സാരമില്ല നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവസാനം വരുന്ന പണി എനിക്കിട്ടിട്ടായിരിക്കും. അവര് സുഖമായിട്ട് പോവും, അവസാനം ഞാൻ അങ്ങോട്ട് കുടുങ്ങും. അത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി വാങ്ങിക്കാറുണ്ട്, ഇങ്ങോട്ട് വന്ന് കിട്ടാറുണ്ട്. സ്വാഭാവികമായിട്ടും ആതിരയുടെ ഒരു സ്വഭാവ രീതി മനസ്സിലാക്കിയിടത്തോളം പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്ന സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ചിലപ്പോൾ സ്വാധീനിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് ആതിര. അത് പ്രണയം ഉണ്ടാവാം, അതിൽ എങ്ങനെയാണെങ്കിലും. അപ്പോൾ അതിൽ വന്ന് എത്ര കിട്ടിയാലും പഠിക്കാതെ വീണ്ടും ചെന്ന് വീണ് കൊടുക്കും. അതിന് അങ്ങനെ ഒരു തിരിച്ചറിഞ്ഞിട്ടും ഈ പറയുന്ന പോലെ ആതിരയിലേക്ക് വരുന്ന സ്വാഭാവിക എക്സാമ്പിൾ, ഈ ഇന്റർവ്യൂ കാണുമ്പോൾ അതിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് പണി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒരാളിൻ്റെ വളരെ സെൻസിറ്റീവാണ് എൻ്റെ മനസ്സ് എന്ന് കേൾക്കുന്ന, അല്ലെങ്കിൽ ഈ ചിന്തകൾ അതിരെ അറിയുന്നവരോ അടുപ്പമുള്ളവരോ ആരെങ്കിലുമൊക്കെ അത് വെച്ചിട്ട് പുള്ളി ചൂഷണം ചെയ്യാൻ വരാറുണ്ടോ, വീണ്ടും പോയി നിന്ന് കൊടുക്കാറുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? അതായത് ഇപ്പൊ ഞാൻ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരുന്നു ഞാൻ. അപ്പൊ ഈ കുറച്ചു കാലത്തിനിടയിൽ ഞാൻ വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു മനുഷ്യനെ ഒരു ലിമിറ്റിനപ്പുറം നമ്മൾ ഇതിലേക്ക് ചേർത്താൻ പറ്റില്ല, അവിടെ നിർത്താനേ പാടുള്ളൂ എന്നൊരു ബൗണ്ടറി ഞാൻ വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ വരില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാവരും നമ്മളോട് സംസാരിച്ചിട്ടല്ല നമ്മളെ മനസ്സിലാക്കുന്നത്. ഒരു ഫസ്റ്റ് കാണുന്ന ഒരു ലുക്കിലായിരിക്കും, അല്ലെങ്കിൽ എഴുത്തിലായിരിക്കും. എൻ്റെ എഴുത്ത് നേരത്തെ പറഞ്ഞത് ഭയങ്കര ധാർഷ്ട്യമുള്ള, മൂർച്ചയുള്ള, കത്തി പോലുള്ള വാക്കുകൾ കൊണ്ട് എഴുതുന്നതാണെന്ന് പലരും പറയാറുള്ളത്. അപ്പൊ എന്നെ കാണുമ്പോഴും എൻ്റെ എഴുത്ത് വായിക്കുമ്പോഴും ആൾക്കാരുടെ വിചാരം ഇതൊന്നുമല്ല, ഞാൻ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര സാധനമാണ് എന്നുള്ളൊരു വിചാരമുണ്ട് ആൾക്കാർക്ക്. സോ എന്നോട് സംസാരിക്കാൻ പലരും പേടിക്കാറുണ്ട് എന്ന് പറഞ്ഞ് എന്നോട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, എന്നോട് നേരിട്ട് പരിചയമുള്ള ഒരാൾ മനസ്സിലാവും ഇത്രയും ഇതായിട്ടുള്ള, ഞാൻ അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയൊന്നും അല്ല. പക്ഷെ അവരെന്തിനാണ് ഈ ഒറ്റ നോട്ടത്തിൽ നമ്മളെ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചു വെക്കുന്നത്? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറെ പേര് എനിക്ക് അങ്ങനെ മെസ്സേജ് ഒക്കെ ഉണ്ട്. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര സാധനമാണെന്ന്, പക്ഷെ സംസാരിച്ച് വന്നപ്പോഴല്ല അയ്യോ എന്ന് വിചാരിച്ചെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇത് എൻ്റെ എഴുത്ത് കൊണ്ട് എന്നോട്
ആ രീതിയിൽ ചൂഷണം ചെയ്യണം എന്ന് വിചാരിച്ച് വരുന്ന മനുഷ്യർ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുത്തുകൊണ്ട് അങ്ങനത്തെ ഗുണങ്ങളുണ്ട് കേട്ടോ. കാരണം നമ്മൾ പച്ചയ്ക്ക് എഴുതി വിടും, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യണത് അത് അപ്പം എഴുതി വിടും, നമ്മളുടെ തോട്ട് എഴുതി വിടും എന്നുള്ളൊരു ചിന്ത മനുഷ്യന്മാർക്കുണ്ട് എന്ന് വിചാരിക്കണം. അതുകൊണ്ടായിരിക്കണം എല്ലാവരും ഇപ്പോൾ എഴുത്തുകാരനെയാണെങ്കിലും അല്ലാത്ത ആൾക്കാരെയാണെങ്കിലും സ്ത്രീകളെയാണെങ്കിലും ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കാരണം അങ്ങനെ നേരിട്ട് വന്നിട്ട് എന്നെ യൂസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. ഇപ്പോൾ ഞാൻ അതിന് നിന്ന് കൊടുക്കാറില്ല. നമ്മളെ ചൂഷണം ചെയ്യാനാണ്, യൂസ് ചെയ്യാനാണ് വരുന്നതെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വലിയാണ് ചെയ്യുന്നത്. ഓരോ അവസ്ഥയിലും ജീവിതത്തിൽ ഒരു വ്യക്തി കടന്നു വരണം. ആ വ്യക്തി എപ്പോഴോ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകണം. അത് കഴിയുമ്പം ആതിരയ്ക്ക് ഇതൊക്കെ എഴുതാനുള്ളൊരു ഊർജ്ജമായിട്ടാണ് കിട്ടുന്നത്. പുതിയ അപ്പൊ ഇത് കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ കുറച്ചുകൂടി കഴിയുന്നുണ്ട്, അങ്ങനെയാണോ തോന്നുന്നത്? അങ്ങനെയില്ല, ഒരിക്കലും ഇല്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും വന്നു പോകുന്ന പ്രക്രിയയാണല്ലോ ഈ സ്നേഹം പ്രണയം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ശരിയാണ്. ഞാൻ പെട്ടെന്ന് ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് അങ്ങനെ അവര് എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വളരെ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ പിടികിട്ടി എന്ന് പറയുന്ന സാധനം ഇനി എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് വലിയ ഇതില്ല. പ്രണയത്തിനെ മാത്രല്ല, എനിക്ക് എഴുതാൻ വിരഹമാണ് ഇഷ്ടം. പിന്നെ അത് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. വിരഹം അല്ലെങ്കിൽ ഞാൻ സ്നേഹത്തെ വിശ്വസിച്ച് പോകുന്നു എന്ന് പറഞ്ഞത് മിക്കവാറും സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം. അവരുടെ ബലഹീനത എന്ന് പറയുന്നത് പണമോ സൗന്ദര്യമോ വലിയ വീടോ കാറോ ഒന്നും ആയിരിക്കണം എന്നില്ല. അവർക്ക് സ്നേഹം ആ സ്നേഹം എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന പല രീതിയിലായിരിക്കും. ഒരു അടുത്തിരുന്നൊന്ന് സംസാരിച്ച് ഒരു ചായ കുടിച്ചാൽ അങ്ങനെയൊക്കെ തീരാവുന്ന ഒരു പ്രശ്നങ്ങളെ ഒരു സ്ത്രീക്ക് ഉണ്ടാവുള്ളൂ. ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നം ഈ ലോകത്തുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെയായിരിക്കും മിക്ക സ്ത്രീകളും. അപ്പൊ ഇത് എൻ്റെ മാത്രം പ്രശ്നം ആവണമെന്നില്ല. ഭൂരിഭാഗം കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും എത്ര പ്രായമായാലും അല്ലെങ്കിൽ കുറച്ച് സ്നേഹം എന്താണ്, പ്രണയം എന്താണെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ആതിരയുടെ എഴുത്തിന് എതിർപ്പുണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എഴുതി വെക്കുന്നതൊക്കെ അങ്ങനെയും കൂടിയാണ്. പലരുമുണ്ട്, അല്ലെങ്കിൽ വായിക്കുമ്പോൾ ചെറിയ ഇതെടുത്ത് ഓപ്പൺ ആയിട്ട് എഴുതണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോഴും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാണ് പ്രത്യേകിച്ചും. എക്സാമ്പിൾ, ആതിരയുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് അതിലൊരു ഫോട്ടോ ഇടുന്നതിൽ പോലും ആതിര വളരെ ഫ്രീഡത്തിലാണ്. ഇതൊക്കെ ആതിരയെ അറ്റാക്ക് ചെയ്യാനുള്ള ഇപ്പൊ കാരണമാവുന്നുണ്ട് എഴുത്തും. ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ആതിര ഉപയോഗിക്കുന്ന ആ പ്ലാറ്റ്ഫോമിന്റെ സ്പേസിനെ ആരെങ്കിലും ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വരുന്നുണ്ട്. നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ സാധാരണ ഒരു നോർമൽ എഴുത്തിട്ടിട്ട് എൻ്റെ ഒരു ഫോട്ടോ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ആൾക്കാർ ആ പോസ്റ്റിൽ ഞാൻ വിചാരിക്കാത്ത ഇന്നർ മീനിങ് ആണ്. ഇപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ വായനക്കാർക്കാണ് എഴുത്ത് സ്വന്തം എന്ന് നമ്മൾ പറയാറുണ്ട്. സോ നമ്മൾ വിചാരിക്കാത്ത ഇന്നർ മീനിങ്ങും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെയല്ലേ, ഇതെങ്ങനെയാണ്, ഭയങ്കര നിന്റെ അടിമ എന്നുള്ള രീതിയിലുള്ളത്. അതായത് ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ ഊന്നിയിട്ടായിരിക്കും എഴുതുന്നത് മൊത്തം. അപ്പം അത് ഞാൻ വെറും ഒരു പ്രണയത്തിനെ കുറിച്ച് ഒരു ചെറിയൊരു എഴുത്താണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെയൊക്കെ വരുന്നു. പക്ഷെ ഇഷ്ടംപോലെ വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ റീസെൻ്റ്ലി വേടൻ്റെ വിഷയം പ്രതികരിച്ചപ്പോൾ പോലും എൻ്റെ എത്രയോ കാലത്തെ ഫോട്ടോ അടക്കം എടുത്ത് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇതൊക്കെ കേരളത്തിന് പറ്റുന്ന സാധനമാണ്, കേരളത്തിന് സംസ്കാരത്തിന് ചേർന്ന സാധനങ്ങളാണല്ലോ. വെറും ഊണ് കഴിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് പോലും ഇത് കേരളത്തിന് സംസ്കാരത്തിന് പറ്റുന്നതാണ്, ഇവര് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റി പറയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനതൊക്കെ നെവർ മൈൻഡാണ്. കാരണം ആൾക്കാർക്ക് തോന്നുന്നത് ആൾക്കാർക്ക് പറയാം. നമുക്ക് എല്ലാവരെയും തിരുത്താൻ പറ്റില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അതായത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്, ഒരു സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ മുട്ട പൊളിച്ച് പുറത്തേക്ക് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെയുള്ളവരാണ് ചരിത്രം ഉണ്ടാക്കിയിരിക്കുന്നതും വിജയിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ആ ഒരു ഇതിനുള്ളിൽ കിടന്ന് നിന്ന് പുഴുങ്ങാതെ നമ്മൾ പുറത്തേക്ക് ഒന്ന് ചാടുക, അത്രേ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ഡ്രസ്സിങ് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ എഴുത്ത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. വായിക്കേണ്ടവർക്ക് വായിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം, എന്നെ കാണേണ്ടവർക്ക് കാണാം, കാണാത്തവർക്ക് പോകാം, അത്ര വിചാരിച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ കുറേ നെഗറ്റീവ്സ് വരുന്നുണ്ട്, ഇഷ്ടം പോലെ കമൻസ് വരുന്നുണ്ട്, പുസ്തകത്തിനെ കുറിച്ച് വരെ മോശം കമൻസ് വരുന്നുണ്ട്. ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഈ വേടന്റെ വിഷയത്തിൽ ഒരു വലിയൊരു ബൂമായിട്ട് നിൽക്കണം. അതെന്താ ശരിക്കും ഈ പറയുന്ന പോലെ വേർതിരിവ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്.
വേടനോട് പല ഭാഗത്തു നിന്നും നേരിടുന്നു എന്ന് പറയുന്നുണ്ട്. ആതിര ഒരു വിമർശിച്ചൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിലുള്ള ഒരു നിലപാട് എന്തായിരുന്നു? എൻ്റെ നിലപാട് എന്ന് പറയണത്, വേടൻ്റെ എഴുത്തുകളോട് ഒരിക്കലും ഞാൻ കലയായിട്ട് തന്നെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓരോ മനുഷ്യനും ഓരോ ബാഡ് ഇമേജ് ഉണ്ടാവുമല്ലോ, അതിനെ ഇല്ല എന്ന് കാണിച്ചിട്ട് എന്താ പറയുക, ഇവൻ വലിയ സംഭവമാണ്, മഹാനാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് തുല്യമാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. റീസെൻ്റ്ലി പാലക്കാട് വേടൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഭയങ്കര തിക്കും തിരക്കും വിട്ടിട്ട് അയാൾക്ക് പാടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇത്രയും മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? അതും ഒരു ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അവൻ്റെ എഴുത്തുകൾ എപ്പോഴും ഒന്ന് വൈറലായി റിബലായിട്ടുള്ള എഴുത്തുകളാണ്. എല്ലാം ശരിയാണ്, ആ എഴുത്തുകൾ നല്ല രീതിയിലുള്ള വേർഡിങ്സ് ആണ്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ തുടരുന്നു എന്നുള്ളൊരു സംഭവമുണ്ടോ? അതെ, ആ കാര്യങ്ങൾ റിബലായിട്ടുള്ളതാണ്. പക്ഷെ അവന്റെ വാക്കുകള്, റാപ്പ് എന്ന് പറയണതല്ല ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും റാപ്പ്, ഞാനടക്കം കേൾക്കാറുണ്ട് കേട്ടോ അവന്റെ റാപ്പ്. പക്ഷെ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനപ്പുറം ഒരു സ്ത്രീയല്ല, എൻ്റെ അറിവിൽ 3 സ്ത്രീകളാണ് അവനെതിരെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ ചുമ്മാ നമ്മൾക്ക് തോന്നിയത്, ഒരാൾ പറയുന്നത് കേട്ടിട്ട് എടുത്ത് എഴുതുന്നതല്ല. അതായത് ആ എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്തുക്കളാണ് ഇതില് രണ്ട് പേര്. ഓക്കെ, അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവരെ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ വിഷയം? നമ്മൾ വെറുതെ എന്തെങ്കിലും എഴുതിയിട്ട് ഇതാവാൻ പാടില്ലല്ലോ. അപ്പൊ എന്താണ് വിഷയം ചോദിച്ചപ്പോൾ അവർ വ്യക്തമായിട്ട് ഇതിനുള്ള ഉത്തരം തന്നതുകൊണ്ടും ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലായത് കൊണ്ടും മാത്രമാണ് ഞാൻ അതിലേക്ക് എഴുതിയിട്ടത്. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ശരിയാണ്, കല അംഗീകരിക്കട്ടെ, വളരെ നല്ലതുമാണ്. കഞ്ചാവ് വലിക്കാത്ത മനുഷ്യന്മാരില്ല എന്നൊക്കെ പറയും, എങ്കിലും അതൊക്കെ പോട്ടെ. പക്ഷെ അതൊരു റേപ്പിസ്റ്റാണ്. ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക, ഫേമസ് ആവാൻ വേണ്ടിയിട്ട്, അവൻ്റെ പേരിൽ ഫേമസ് ആവാൻ വേണ്ടി നടക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിലൊക്കെ കുറേ ഇത് വന്നിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ നേരിട്ട് നമ്മൾ, അതായത് ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ആ കുട്ടിയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാൾ എൻ്റെ സുഹൃത്തായിരുന്നു. 3 പേരുണ്ട്. അതിൽ ഒരാള് എൻ്റെ അറിയുന്ന ഒരാളായിരുന്നു. പിന്നെ 2ാമത്തെ വ്യക്തി കുഴപ്പമില്ലാത്ത രീതിയിൽ സാമൂഹികമായിട്ടും ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്തുകൊണ്ട് കേസിന് പോയില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. കേസിന് പോകണം, സോഷ്യൽ മീഡിയയിലല്ലോ കേസ്. പക്ഷെ എല്ലാവർക്കും കേസിന് പോകാൻ പറ്റുന്നുണ്ടോ? അവരുടെ ആവശ്യം എനിക്ക് കേസും കാര്യങ്ങളും ഒന്നും വേണ്ട, എന്നോട് വന്ന് മാപ്പ് പറഞ്ഞാൽ മതി എന്നായിരുന്നു. അപ്പം ഓരോ സ്ത്രീകളുടെയും ആവശ്യം ഡിഫറെൻ്റ് ആണ്. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നീ കേസിനല്ലേ പോവാ, സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആറാടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എത്ര വർഷം മുമ്പാണെങ്കിലും ചെറുപ്പത്തിലാണെങ്കിലും എനിക്കുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ട്രോമയിൽ അയാളിനെ ഈ 30 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരാൾ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ കരിവാരി തേക്കാൻ നിൽക്കുള്ളൂ. അതിന് ഞാൻ കേസിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആവണമെന്നില്ല. ഓരോ സ്ത്രീകളും ചിന്തിക്കുന്ന രീതി, അവരുടെ ന്യായം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, അവരുടെ തോട്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പൊ കേസിന് പൊക്കൂടെ എന്ന് പറയുന്നത് അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഇത്രയും ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഇത്രയും ഓപ്പൺ ആയിട്ട് എഴുതുന്ന ഒരു വ്യക്തിയായിട്ടും എനിക്ക് പണ്ട് എപ്പോഴും ഉണ്ടായിട്ടുള്ള ആ സാധനം എനിക്ക് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാനോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചെയ്യാറില്ല. ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും എന്ന് പറയുകയല്ലാതെ ഓപ്പണായിട്ട് ഞാനൊന്നും പറയാറില്ല. കാരണം ഒരുപാട് ട്രോമയിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് അവരെ മനസ്സിലാവാം. അതുകൊണ്ട് മാത്രം എഴുതിയിട്ട ഒരു എഴുത്താണ് അത്. പൾസർ സുനിനെ പോലും മാലയിട്ട് സ്വീകരിച്ച കേരളമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര ബലാത്സംഗം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും, എത്ര തരം നേരിട്ടില്ലാണെങ്കിലും പുരുഷനെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അവരെ പോലും മാലയിട്ട് സ്വീകരിക്കുന്ന കേരളമാണ്. ഇതൊക്കെ സ്വാഭാവികം എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രതികരിക്കുക, നമ്മൾ കേൾക്കണം എന്നൊന്നുമില്ല, ആൾക്കാരെ അംഗീകരിക്കണം എന്നില്ല. പക്ഷെ നമുക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. എന്നെങ്കിലും ഒരു നാൾ നമ്മളുടെ വാക്കുകൾ ആൾക്കാർ കേൾക്കും, അത്രേ വിചാരിക്കുന്നുള്ളൂ. മാനിഫെസ്റ്റോയിലോട്ട് എത്തിച്ചതിൽ അതിൽ ഒരു സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട്, അതാണ് പറഞ്ഞു പോകുന്നത്. ആത്മഹത്യയുടെ മുനമ്പിൽ പോയി നിൽക്കേണ്ട ഒരവസ്ഥ ആതിര എന്ന് പറയുന്ന ഒരു റൈറ്റർക്ക്, ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തവണ ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്ന ആ മുനമ്പിൽ നിന്നും വീട്ടിൽ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, വീട്ടിൽ ചായ തിളയ്ക്കുന്ന സമയമായിരിക്കും, എൻ്റെ മകൾ അവിടെ വന്നിട്ടുണ്ടാവും, ഞാൻ വലിച്ചിട്ട പുസ്തകങ്ങൾ ആരെടുത്ത് വെക്കും,
എൻ്റെ തുണികൾ ആര് മടക്കി വെക്കും, എൻ്റെ വീട്ടിൽ ആര് അടിച്ചു വാരി കൊടുക്കും, എൻ്റെ മകൾക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എന്ന ഒരൊറ്റ ചിന്തയിൽ ഇറങ്ങി വന്ന ഒരുപാട് നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം സാധാരണ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരിക്കൽ പോലും ആത്മഹത്യയിലൂടെ കടന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന ചിന്തയിലൂടെ കടന്നു പോയിട്ടില്ല എന്ന് പറയുന്നത് വെറും നുണയായിരിക്കും. എല്ലാ മനുഷ്യരും ഒരിക്കലെങ്കിലും എനിക്ക് മടുത്തു ലൈഫ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ 2-3 തവണ കടന്നു വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ പ്രണയിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് നിന്ന വ്യക്തികളുടെ ഒരു വേർപാട് അല്ലെങ്കിൽ അത്തരം കക്ഷികൾ ചീറ്റ് ചെയ്തു എന്ന് തോന്നിയ നിമിഷമായിരുന്നു? അങ്ങനത്തെ നിമിഷത്തിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെ ചതിക്കുന്നു, അത് നമ്മൾ അറിയാതെ ചതിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സ്ത്രീക്ക് അംഗീകരിക്കാൻ പറ്റണതല്ല. കാരണം നമ്മൾ ലോയലായിട്ട് നിൽക്കുന്ന സമയത്ത് അവര് നമ്മളറിയാതെ ഒരു നാനോ ചീറ്റിങ് പോലും ചെയ്തു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റില്ല. സോ അത് നമ്മൾ മാക്സിമം ആ റിലേഷൻ പിടിച്ച് കടിച്ച് തൂങ്ങി നിൽക്കാനൊക്കെ ശ്രമിക്കുമായിരിക്കും. എങ്കിലും ആ ഒരു സാധനം, നമ്മൾ അയാൾ ചീറ്റ് ചെയ്യണല്ലോ, നമ്മൾ ഇത്രയും കൊടുത്തിട്ട് അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് കിട്ടുന്നില്ല, ഞാൻ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരും. ഇപ്പം എനിക്ക് അങ്ങനെ തോന്നലൊന്നും ഇല്ല കേട്ടോ. നേരത്തെയൊക്കെ ആ ഒരു തോന്നലുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടും ഒരു കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു നിമിഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഭയങ്കര വ്യർത്ഥമാണ്. പിന്നെ എന്തിനാണെന്ന് തോന്നും. ആ ഒരു നിമിഷം നമ്മൾ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാം. കഴിവുള്ള എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന സമൂഹമൊന്നും ആയിട്ടില്ല. നമ്മളുടെ കഴിവ് നോക്കിയിട്ട് അംഗീകരിക്കുന്ന ആൾക്കാരൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ എഴുതുന്നതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് വായനക്കാരാണ് പറയേണ്ടത്. അപ്പോൾ ആ വായന അല്ലെങ്കിൽ എൻ്റെ പുസ്തകം ആൾക്കാർ വായിച്ചെടുക്കണം അല്ലെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഞാൻ നിരന്തരം എഴുതിയിടാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ സമയപരിധി മൂലം ഞാൻ ചെയ്യാത്തുള്ളൂ. പിന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന കുറച്ച് ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജോലി തിരക്കുകൾ, ഇതെല്ലാം കാരണം എനിക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നത് കൊണ്ട് അത് തന്നെ ഒരു എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എഴുത്തുകൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിന്നാൽ പോരാ എന്ന് എനിക്ക് തന്നെ തോന്നും. നമ്മൾ എന്തെങ്കിലും ആയിത്തീരണമെന്ന് തോന്നാറുണ്ട്. കാരണം വെറുതെ ജീവിച്ച് മരിച്ചിട്ട് എന്തിനാണ്? നമ്മൾ മരിച്ച സമയത്ത് നമ്മളെ ഓർക്കാൻ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി. ഇപ്പോഴും പത്മരാജനൊക്കെ മരിച്ചതിന് ശേഷം നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പത്മരാജനെ ഓർക്കണമെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ലെജൻഡിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അത്രയൊന്നും ആയില്ലെങ്കിലും അതിന്റെ പകുതിയെങ്കിലും ഒരാളെങ്കിലും ഓർക്കപ്പെടാതെ മരിച്ചു പോകുക എന്നുള്ളത് എത്ര വിഷമകരമായുള്ള കാര്യമാണ്. ആരും അറിയപ്പെടാതെ മരിച്ചു പോകുന്നതിനേക്കാളും അല്ലേ ഒരു പുൽക്കോടിയെങ്കിലും നമ്മളെ കുറിച്ച് അറിയുന്നത്. ആ ഒരു ചിന്ത എനിക്കുണ്ട്. ഇപ്പൊ ബോൾഡ് ആയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ വളരെ സെൻസിറ്റീവ് ആയിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരാള് ഇപ്പോ ശരിക്കും ഏത് ജീവിത പ്രതിസന്ധിയൊക്കെ നേരിടാൻ പറ്റുന്ന അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഓക്കെയാണോ? ഞാൻ ഭയങ്കര ഓക്കെയാണെന്ന് കേൾക്കാനാണ് സന്തോഷം. അതുകൊണ്ട് ചോദിക്കണം. അല്ലാതെ തളർന്നു പോകുന്നു അങ്ങനെ കേൾക്കാനുള്ള. തളർന്നു പോയി ചോദിച്ചാൽ എന്തായാലും ജീവിതത്തിൽ തളരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം പഴയതിനേക്കാളും വളരെ ബോൾഡാണ് ഞാൻ. സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഉള്ളിൽ എപ്പോഴും ഞാനൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ചെറിയ കാര്യങ്ങളില് എന്താ പറയാ, ഭയങ്കര ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും, ഭയങ്കര ടെൻഷനാവും, കരയും. എന്നാൽ ചിലപ്പോ ആകാശം ഇടിഞ്ഞു വീണു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നിൽക്കും. ആ ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് ഞാൻ. പേടിയുണ്ട് അതിരോട് ആർക്കെങ്കിലും അടുക്കാനായിട്ട്? അതിരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ആളാണ്. മീൻസ് എന്തെങ്കിലും അതിരയ്ക്ക് അവരിൽ നിന്നും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ മീൻസ് ആതിര അറ്റാക്ക് ചെയ്യും വല്ലാതെ, അല്ലെങ്കിൽ പ്രതികരിക്കും. ആ പ്രതികരണം അവർക്ക് വല്ലാത്തൊരു ഷോക്ക് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു പേടി. അത് മറ്റുള്ളവരാണ് പറയേണ്ടത്. അങ്ങനെ ഒരു പേടി എന്നോട് അല്ല, ചില 1-2 ഇൻസിഡന്റ് നിന്നിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. അതൊക്കെ മുമ്പ് ചോദിച്ച കാര്യങ്ങളുണ്ട്, അത് വീണ്ടും എടുത്തിടുന്നില്ല ഞാൻ. അതുകൊണ്ടാണ്. അല്ല, അത് മറ്റുള്ളവരാണ് പറയേണ്ടത്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ. പക്ഷെ ഒരു കാര്യമാണ്, പണ്ട് മുതലേ എനിക്കുള്ള സ്വഭാവമാണ്, എന്നെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനും തിരിച്ചു വേദനിപ്പിക്കും. ഞാൻ സഹിച്ചിരിക്കില്ല. സോ ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളും അതെൻ്റെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. അതെനിക്കറിയാം. അവരെ സമാധാനപൂർവ്വം ജീവിക്കാൻ വിടുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ വളരെ കുറവാണ് അങ്ങനെ ഒരു ചിന്ത. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, കർമ്മൈസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനമല്ലോ, കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പ്രതികരിക്കാൻ നിൽക്കാറില്ല. എങ്കിലും എനിക്ക് നല്ലോണം വേദനിച്ചു കഴിഞ്ഞാൽ
നമ്മൾ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. മാനിഫെസ്റ്റോ എടുത്താൽ തന്നെ അതിലൊരു പരിണാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് വിധവയാക്കപ്പെട്ടവൾ പിറ്റേന്ന് മുതൽ വേശ്യയായി പരിണമിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു കഥ ഇത് നിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണോ അത് എഴുതാൻ കാരണം, ഈ പരിണാമം അത് എഴുതിയത്? എനിക്ക് അറിയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, നമ്മളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഹസ്ബൻഡ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അവർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചു വന്നത്. പെട്ടെന്ന് ഒരു ദിവസം ആള് ഓട് നന്നാക്കാൻ കയറിയപ്പം താഴെ വീണ് മരിച്ചുപോയി. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അവർക്ക് 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. സോ അവർക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ. അവർക്ക് പഠിത്തമില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. ഒരു ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ അറിയുന്നത്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള പ്രായമൊന്നും എനിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പം അവരൊരു ലൈംഗിക തൊഴിലാളിയായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു സാധനം അറിഞ്ഞു. അപ്പോൾ ഞാൻ അവരെ പോയി കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആരും അങ്ങോട്ട് പോകരുത്, അങ്ങനെ ഒരു ഇതാണെന്ന്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ലൈംഗിക തൊഴിലാളികൾക്ക് വരെ അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള ഒരു അവകാശം നമ്മളുടെ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്, കേരളത്തിലും കൊടുക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ നാട്ടിൻ പുറത്ത് അതിപ്പോഴും ഭയങ്കര മോശമുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ ലൈംഗിക തൊഴിലാളിയായിട്ട് മാറിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സ്ത്രീയെ പോയി കണ്ടിരുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ കാര്യം എടുത്തിട്ട് എനിക്ക് ഇപ്പോഴും ഭയങ്കര വിഷമമാണ്. കാരണം എൻ്റെ മക്കളെ കൂട്ടിച്ചേർത്തിട്ട്, മീൻസ് മക്കളെ അവിടെ ഇരുത്തിയിട്ട് എനിക്ക് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനില്ല. ഞാൻ എന്ത് ജോലിക്ക് പോയാലും ആൾക്കാർ എൻ്റെ ശരീരത്തിലാണ് തൊടുന്നത്. എനിക്ക് എന്നിട്ട് കിട്ടുന്നത് 100 150 രൂപയാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ 3 വയറ് പഴപ്പിക്കും? അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ തുണി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അതിനേക്കാളും ഉണ്ടാവും. ഈ കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം ഉള്ളിടത്തോളം കാലം എനിക്ക് കാശ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ അവർ വലിയ 2 നില വീടൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതൊരു സ്ത്രീക്ക് ഈ പറയുന്ന പോലെ ജീവിക്കാൻ അതാണ് നല്ല മാർഗം എന്ന് അനുകൂലിക്കുന്നുണ്ടോ? ഒരിക്കലും അനുകൂലിക്കുന്നില്ല. അതൊരു മാർഗമല്ല, ഒരിക്കലും മാർഗമല്ല. പക്ഷെ നിവൃത്തികേട് കൊണ്ട് വന്ന് പോകുന്നതാണ് ലൈംഗിക തൊഴിലാളികൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ആ സ്ത്രീക്ക് വേറെ നിവൃത്തിയില്ല. അത് കുറേ അടുത്ത് പോയിട്ട് അയാൾ പരാജയപ്പെട്ടതിന് ശേഷം അങ്ങനെ ആയിപ്പോയതായിരിക്കണം. അപ്പൊ ഒരു സ്ത്രീ അങ്ങനെ ഉണ്ടാക്കി എടുത്തതായിരിക്കണം. ഞാൻ അവരെ വിചാരിച്ചിട്ട് എഴുതിയ ഒരു എഴുത്ത് മാത്രമാണ്. പക്ഷെ എന്നിരുന്നാലും ലൈംഗിക തൊഴിൽ ഒരു മോശം തൊഴിലായിട്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു സ്ത്രീ നമ്മുടെ സമൂഹത്തില് ഇത്രത്തോളം ലൈംഗിക ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് അതൊരു തൊഴിലായിട്ട് തന്നെ പറയുന്നത്. നമ്മൾ ലൈംഗിക തൊഴിലാളികൾ എന്ന് പറയുന്നത് കാരണം ലൈംഗിക ദാരിദ്ര്യം കേരളത്തിൽ അത്രയും കൂടുതൽ ഉള്ളത് കൊണ്ടാണല്ലോ, അത് അവര് തൊഴിലായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ടാണല്ലോ. പക്ഷെ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് ഈ ലൈംഗികത എന്ന് പറയുന്നത് വെറും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു തൊഴിലേ അവിടെ ഇല്ല. സോ അതുപോലെ ഒരു കൾച്ചർ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഈ ലൈംഗിക തൊഴിൽ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ അവരതുകൊണ്ട് ജീവിച്ചോട്ടെ, അത് അവരുടെ വഴി. പക്ഷെ അല്ലാത്ത മനുഷ്യന്മാർ ആ രീതി തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, ഒരിക്കലും പറയില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും പറയില്ല. അവര് പറഞ്ഞു പോയത് ആ ഒരു മരണം, ആ ഒരു സിറ്റുവേഷൻ, ആ സ്ത്രീയുടെ ജീവിതമാണ് ഞാൻ എഴുതിയത്. ഈ എഴുത്ത് ഒരു വലിയൊരു ആവേശമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കൊണ്ടു നടക്കുമ്പോൾ എന്തുകൊണ്ട് മാനിഫെസ്റ്റോയിൽ നാശം പിടിച്ച എഴുത്തുകൾ എന്ന് പറഞ്ഞൊരു കവിതയ്ക്ക് ഒരു പേര് കൊടുക്കാൻ കാരണം എന്തായിരുന്നു? അതെന്തായിരുന്നു? അതെന്നോട് എപ്പോഴും എല്ലാവരും പറയാറില്ല, നിന്റെ എഴുത്തുകൾ ഭയങ്കര നാശം പിടിച്ച എഴുത്തുകളാണ്. അതെല്ലാവരും പറയാറുണ്ട്. കാരണം ആരും അംഗീകരിക്കുന്ന എഴുത്തുകൾ ആയിരിക്കണം എന്നില്ല കേട്ടോ. എത്ര പേര് വായിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ എഴുത്തുകൾ വായിക്കുന്ന സമയത്ത് ആൾക്കാർ പറയും, എന്തൊരു നാശം പിടിച്ച എഴുത്തുകളാണ്. അത് ഞാൻ അവസാനം പറയേണ്ടത്, മനോരമയുടെ മഞ്ഞപ്പേജിൽ ചുരുണ്ട് കിടന്ന് ഉറങ്ങിയെന്ന്. അതായത് ആരും കാണാതെ അവിടെ ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു എഴുത്തുകളാണ്. എങ്കിലും കൊള്ളേണ്ട അടുത്ത് ചിലപ്പോഴൊക്കെ കൊള്ളുന്ന എഴുത്തുകളായിരിക്കണം എൻ്റെ എന്നൊരു തോന്നലുണ്ട്. അതാണ് നാശം പിടിച്ച എഴുത്തുകൾ എന്ന് പറയുന്നത്. ചിലപ്പം എന്താ പറയാ, സുഖമായിട്ടുള്ള വായനയോ സുഖമായിട്ടുള്ള എഴുത്തുകളോ ആയിരിക്കണം എന്നില്ല എൻ്റെ. ഈ എഴുതുമ്പോൾ ഒരു മനസ്സിൽ ഒരു സൈക്കോളജിക്കലി നമ്മൾ എഴുതുമ്പം തന്നെ ഈ എഴുത്ത് ആർക്കെങ്കിലും ഒരു സംഭവം കൊടുക്കണം, 2 എണ്ണം ഇതിൽ കൂടി പറയണം, ഒരു അങ്ങനെ ഇപ്പം അങ്ങനെ ഉണ്ടോ? അല്ല, ചിന്തിച്ചെഴുതാൻ പറഞ്ഞത് എഴുതുമ്പം തന്നെ അങ്ങനെ
നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവം അങ്ങനെ ഒരിക്കലും ഇല്ല. ഞാൻ എന്താ തോന്നുന്നത് അത് അപ്പം എഴുതിയിടുക. സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്ന സാധനങ്ങളേ ആയിരിക്കണം എന്നില്ല ഞാൻ എഴുതുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ എഴുത്തുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ, ഞാൻ ഒരിക്കലും എഴുതി തുടങ്ങില്ലേ, അതിൽ ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് പോലും ചെക്ക് ചെയ്യില്ല. റീചെക്ക് ചെയ്തിട്ട് ഒരെണ്ണം പോലും ഞാൻ ഒന്ന് എഴുതിയതിനു ശേഷം വായിച്ചു നോക്കാറില്ല. ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറ്. അപ്പൊ ആൾക്കാർ വന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാവോ ഇവരെ അത് സ്വാധീനിച്ചിട്ടുണ്ടല്ലോ, വളരെ സന്തോഷം എന്നേ തോന്നും. അല്ലാതെ ഒരിക്കലും ഞാൻ ഇത് ഒരാൾക്ക് വേണ്ടി എഴുതുകയാണെന്നോ അല്ലെങ്കിൽ അയാളെ എന്ത് സ്വാധീനിക്കണമെന്നോ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചിട്ട് എഴുതിയ എഴുത്താവില്ല കേട്ടോ. അത് വെറും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ആയിരിക്കില്ലേ. ഈ എഴുത്തിൽ തന്നെ ചില സാധനങ്ങളാണ് ഈ ചോദിക്കാനായിട്ട് തോന്നുന്നത്. തീമരം എന്ന് പറയുന്ന സംഭവത്തിന്റെ എൻ്റെ തുടക്കത്തിൽ രണ്ടുപേരും ഇങ്ങനെയാണ്: എൻ്റെ ആൽമരത്തിന്റെ കൊമ്പുകൾക്ക് നീ തീയിട്ടതിന് പിന്നാലെയാണ് എൻ്റെ പച്ചപ്പുകൾ മുഴുവൻ ഇല്ലാതെ ആയത് എന്ന് പറഞ്ഞു. അതിലാതിരയുണ്ടോ? ഉണ്ടാകാം. സത്യം അത് നീ എന്ന് പറയുന്നത് നിങ്ങളാവാം. ഓക്കെ, ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. തുറന്നു പറയുമെങ്കിൽ അതിലുണ്ടോ എന്നുള്ളതാണ് സ്ട്രേറ്റ്. ഉണ്ടാകണം. അത് നീ എന്നുള്ളത് ഒരു വ്യക്തിയെ മാത്രം സൂചിപ്പിക്കുന്ന കാര്യമല്ല. നീ എന്നത് ഒരു സമൂഹത്തെ സൂചിപ്പിക്കുന്നതാകാം, ഒരു കുടുംബത്തെ സൂചിപ്പിക്കുന്നതായിരിക്കാം, മൊത്തം ഉള്ള ആൾക്കാരായിരിക്കണം നീ. ഈ എഴുത്തിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്നുണ്ട്, രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണോ? അല്ല, ഞാൻ ഒരു ഇടതുപക്ഷ ചായവുള്ള വ്യക്തിയാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചതാണ്. ഞാൻ ഇടതുപക്ഷ ചായവുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ എൻ്റെ രാഷ്ട്രീയ നിലപാടുമായിട്ട് യോജിച്ചു പോകുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മളുടെ രാഷ്ട്രീയത്തിൽ കാണുന്നത്. ഇടതുപക്ഷം എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ നമുക്ക് തോന്നുന്നത് അതിപ്പോ ഇപ്പൊ ഞാൻ ഒരു ഇടതുപക്ഷ അനുഭവിയാണെങ്കിൽ പോലും ഇടതുപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നുണ്ട്, കോൺഗ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാ BJP ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടികളും ഞാൻ പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഊന്നിയിട്ടൊന്നും സംസാരിക്കാറില്ല. അങ്ങനെ വിളിച്ചു പറയുന്നതിന്റെ പേരിൽ തെറിവിളി കേൾക്കാറുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. എവിടെയാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്? സ്വാഭാവികം മത്സരിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ പാർട്ടി പിന്നെ അണികളും അവർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തെറിവിളിയും അല്ലെങ്കിൽ എന്തും പറയുന്നത് കൂടുതൽ കിട്ടിയിട്ടുള്ള എവിടെ നിന്നായിരുന്നു ശരിക്കും? എവിടെന്നായിരുന്നു ചോദിച്ചാൽ ഏത് പാർട്ടിയിൽ നിന്നായിരുന്നു? അത് ശരിയാവില്ല. ഇത്രയും പറയുന്ന ഒരാളിന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളിന് അല്ല, അത് പല പാർട്ടിയിൽ നിന്നും എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്. അത് ഓരോ പോസ്റ്റിനനുസരിച്ചിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇടതുപക്ഷത്തിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇടണോ, അപ്പൊ തെറിവിളി കേൾക്കണോ? അപ്പൊ പിന്നെ എന്നാ പിന്നെ ഇനി ഇവരോട് ഒരു കൂറില്ല എന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. എന്താന്നറിയില്ല, ചോരയിൽ കലർന്നത് ഇടതുപക്ഷം ആയതുകൊണ്ട് അതൊന്നും കൂറ് മാറി ചിന്തിക്കണമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. പുതിയ എഴുത്ത്, പുതിയ പുസ്തകം, ജീവിതം, ഒരു ജേണി ഒക്കെ കൂടെ വെച്ചിട്ട് എന്താണ് ഇനി ഉള്ള ഒരു പ്ലാനിങ് എന്തൊക്കെയാണ്? ഞാനിപ്പോൾ വീണ്ടും വിവാഹിതയായിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിലായിരുന്നു കല്യാണം കഴിഞ്ഞത്. അതൊരു നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് ആ ഫാമിലിയും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരിതാണ്. കാരണം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി എഴുതുന്നത് പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സാണ്. തീർച്ചയായിട്ടും എൻ്റെ എഴുത്തുകൾ വായിച്ച്, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം കൊണ്ടും അല്ലെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ലൊരു ഭാര്യയാണ് ചോദിച്ചാൽ കഴിഞ്ഞാൽ ഒരിക്കലും ഭാര്യ ആവണം എന്നില്ല. എങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ച പോലെ കുറേയൊക്കെ ഒരു നല്ല ഭർത്താവും നല്ലൊരു അമ്മയും നല്ലൊരു സഹോദരിയും അങ്ങനെ ഒരു ഫാമിലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ 2-3 മാസമായിട്ട് എൻ്റെ ലൈഫ് ഭയങ്കര ഹാപ്പി എന്നല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ആയി നിൽക്കണം അല്ലെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിൽ കൂടുതലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ആയിരിക്കും. ഞാനിത് കോട്ട് ചെയ്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം, ഞാൻ ആഗ്രഹിച്ച എല്ലാവരും നമ്മളിലേക്കാണ് നമ്മൾ വരുന്നത്, എൻ്റെ ആഗ്രഹം പോലെ. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ആണ് അല്ലെങ്കിൽ ഭയങ്കര സ്വാർത്ഥയാണ്, അത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അവിടെ മറ്റൊരാളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആതിര എത്ര ഓക്കെയാണ്? അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മളെ മനസ്സിലാക്കുന്നത് മാത്രമല്ല, മറ്റൊരു ഭർത്താവിന്റെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പങ്കാളിയുടെ, ഒരു ഭർത്താവ് എന്ന പ്രയോഗം വേണ്ട, ഒരു പങ്കാളിയെ മനസ്സിലാക്കുന്നത്. അല്ല, ആതിര എന്ന് പറയുന്ന ഒരു സ്ത്രീ, പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യ എത്രത്തോളം അതിലൊരു മറികടക്കാൻ പറ്റും? അതെ, ഇപ്പം അങ്ങനെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് എൻ്റെ കാര്യമാണ് പറയാൻ പറ്റുക. അതായത് എന്നെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എനിക്ക് പറയാൻ പറ്റും.
അപ്പോൾ ഞാൻ അയാളെ മനസ്സിലാക്കുന്നുണ്ടോ അയാളുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു സ്ത്രീയാണോ എന്ന് അയാളാണ് പറയേണ്ടത്. അതിപ്പോൾ ആരാണെങ്കിലും എൻ്റെ മകൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു സോണാണ്. എൻ്റെ വീടാണ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. അപ്പം അയാൾക്ക് ഞാൻ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അയാളാണ് ചോദിക്കുന്നത്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ഞാൻ കരുതിക്കൂട്ടി മാറുന്നതല്ല, എൻ്റെ ഈ കാണിക്കലുകൾ അയാൾ അത് ഹാപ്പിനെസ് കൊണ്ടുവരുന്നുണ്ട്. അയാൾക്കത് ഓക്കെ ആണ്, ആൾക്കത് ഇഷ്ടമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആള് കംഫർട്ട് ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന, അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്ന, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന ഒരു സ്ത്രീ തന്നെയാണ്. സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കുകയും വലിയ വലിയ കാര്യങ്ങളിൽ എന്താ പറയുക, അത്രയും ഡീപ്പായിട്ട് ഇമോഷൻസ് വന്ന് കയറി പോകുന്ന മൂഡ് സ്വിങ്സിന് അങ്ങേയറ്റമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ എത്രത്തോളം ഞാൻ അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നറിയില്ല. എങ്കിൽ പോലും അദ്ദേഹം ഈ നിമിഷം വരെ എന്നോട് നീ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ടില്ല.